എറണാകുളം ജില്ലയിൽ വർദ്ധിച്ചുവരുന്ന തീവ്രവാദ പ്രവർത്തനങ്ങൾ, നാർക്കോ ഭീകരവാദം, സംഘടിത മാഫിയ സംഘങ്ങൾ എന്നിവയ്ക്ക് എതിരെ അടിയന്തരമായി കേന്ദ്ര ഇടപെടൽ ആവശ്യപ്പെട്ട് BJP സംസ്ഥാന വക്താവ് PR ശിവശങ്കർ കേന്ദ്ര ആഭ്യന്തരമന്ത്രിക്ക് കത്തയച്ചു. ജില്ലയെ കേന്ദ്രീകരിച്ച് പ്രവർത്തിക്കുന്ന രാജ്യവിരുദ്ധ ശൃംഖലകൾക്കെതിരെ UAPA പ്രകാരം കർശന നടപടികൾ സ്വീകരിക്കണമെന്നും അദ്ദേഹം കത്തിൽ ആവശ്യപ്പെടുന്നു. കേരളത്തിലെ മുൻ LDF ഭരണകൂടവും നിലവിലെ UDF സർക്കാരും സ്വീകരിക്കുന്ന പ്രീണന രാഷ്ട്രീയ നയങ്ങളാണ് എറണാകുളത്തെ തീവ്രവാദ ശക്തികളുടെ താവളമാക്കി മാറ്റിയതെന്ന് PR ശിവശങ്കർ കുറ്റപ്പെടുത്തി. കഴിഞ്ഞ കുറെ വർഷങ്ങളായി കേരള സംസ്ഥാനം ഭീകരരുടെ സുരക്ഷിതമായ ഒളിത്താവളമായി മാറിയിരിക്കുന്നു. അത് കഴിഞ്ഞ തിരഞ്ഞെടുപ്പിന് ശേഷം അതിൻ്റെ ഭീകരത കൂടുതൽ വർദ്ധിക്കുന്നു എന്നാണ് മനസ്സിലാക്കുന്നത്. ഇടതുപക്ഷ സർക്കാർ, പ്രത്യേകിച്ച് പിണറായി സർക്കാർ കഴിഞ്ഞ 10 വർഷം നിരന്തരമായി തീവ്രവാദികൾക്ക് വേണ്ടിയിട്ടുള്ള പിന്തുണ നൽകിയിരുന്നത് പോലെയാണ് ഇവിടുത്തെ ആഭ്യന്തര മന്ത്രാലയം പ്രവർത്തിച്ചത് എങ്കിൽ ഇപ്പോൾ മനസ്സിലാക്കുന്നത് മറ്റു സംസ്ഥാനങ്ങളിലെ കൊടും കുറ്റവാളികൾ സുരക്ഷിതമായി താമസിക്കുന്ന ഒരു കേന്ദ്രമായി കേരളം മാറിയിരിക്കുന്നു. പ്രവീൺ നട്ടാരു വധക്കേസിലെ പ്രതി, ഒരു പ്രധാന പ്രതി 3 വർഷമായിട്ട് എറണാകുളം ജില്ലയിലെ പള്ളുരുത്തിയിൽ രഹസ്യമായി താമസിച്ചിരിക്കുന്നു. അദ്ദേഹത്തിന് വേണ്ട സാമ്പത്തികവും മറ്റു സഹായങ്ങളും ഈ പള്ളുരുത്തിയിലെ ചില കേന്ദ്രങ്ങളിൽ നിന്ന് കിട്ടിയെന്നുള്ളത് ഞെട്ടിപ്പിക്കുന്ന വാർത്തയാണ്. കൃത്രിമ മയക്കുമരുന്നുകളുടെ വിതരണത്തിലൂടെ കൊച്ചി രാജ്യത്തെ പ്രധാന മയക്കുമരുന്ന് ഹബ്ബായി മാറുകയാണ്. വോട്ട് ബാങ്ക് ലക്ഷ്യമിട്ടുള്ള പ്രീണന നയങ്ങൾ മൂലം സംസ്ഥാന ആഭ്യന്തര വകുപ്പും പോലീസും ഇത്തരം ഭീഷണികൾക്കെതിരെ നിഷ്ക്രിയമായ നിലപാടാണ് സ്വീകരിക്കുന്നതെന്നും PR ശിവശങ്കർ കേന്ദ്ര ആഭ്യന്തരമന്ത്രിക്ക് അയച്ച കത്തിൽ വിമർശനമുണ്ട്. ഇത് പള്ളുരുത്തിയുടെ മാത്രം വിഷയമല്ല. പെരുമ്പാവൂർ കേന്ദ്രീകരിച്ച് വലിയ രീതിയിലുള്ള ജിഹാദി സാമ്പത്തിക സ്രോതസ്സുകൾ പ്രവർത്തിക്കുന്നു. PFIയുടെ വലിയ ക്യാമ്പ്, അവിടെ NIയുടെ വലിയ റെയ്ഡ് നടക്കുന്നു. അതുപോലെ തന്നെ വലിയ രീതിയിൽ എല്ലാ മാഫിയകളും, ഈ പറയുന്ന അവയവമാറ്റ മാഫിയകളും മറ്റു മാഫിയകളും എല്ലാം സ്വതന്ത്രമായി എറണാകുളത്ത് പ്രവർത്തിക്കുന്നു. മതഭീകര സംഘടനകൾ ആയുധ പരിശീലനത്തിന് ഇത്തരം കേന്ദ്രങ്ങൾ ഉപയോഗിക്കുന്നു. എറണാകുളം ഉൾപ്പെടെയുള്ള പ്രശ്നബാധിത പ്രദേശങ്ങളിൽ കർശന നിരീക്ഷണത്തിന് സംസ്ഥാന സർക്കാരിന് നിർദ്ദേശം നൽകുക, പോലീസ് നവീകരണത്തിനായി കേന്ദ്രം നൽകുന്ന ASUMP ഫണ്ടുകൾ ഉപയോഗിച്ച് സുരക്ഷാ ക്യാമറകളും ആധുനിക ട്രാക്കിംഗ് സംവിധാനങ്ങളും സ്ഥാപിക്കുന്നുണ്ടെന്ന് ഉറപ്പാക്കുക, കഴിഞ്ഞ 5 വർഷത്തിനിടെ എറണാകുളം ജില്ലയിൽ UAPA പ്രകാരം രജിസ്റ്റർ ചെയ്ത കേസുകളുടെ അന്വേഷണ പുരോഗതി റിപ്പോർട്ട് സംസ്ഥാന സർക്കാരിനോട് ആവശ്യപ്പെടുക തുടങ്ങിയ ആവശ്യങ്ങളും PR ശിവശങ്കർ കത്തിലൂടെ ഉന്നയിക്കുന്നുണ്ട്. ജനം, കൊച്ചി.